ഈ വർഷം മാർച്ച് 31 വരെ തിയേറ്ററിൽ എത്തിയത് 38 മലയാള ചിത്രങ്ങൾ. ഇൻഡസ്ട്രി ഹിറ്റടക്കം വിജയിച്ച 6 സിനിമകളിൽ നിന്നായി 600 കോടിയുടെ ബിസിനസ്. മലയാള സിനിമയുടെ ഉയർത്തെഴുന്നേൽപ്പിന് ആവേശം പകരാൻ വർഷങ്ങൾക്ക് ശേഷമടക്കം വിഷുവിനെത്തുക 4 ചിത്രങ്ങൾ. അപ്രതീക്ഷിത ബ്ലോക്ക് ബസ്റ്ററിലൂടെ 1000 കോടി അടിക്കുമോ മലയാള സിനിമ? നോക്കാം. കോവിഡിന് ശേഷം തിയേറ്ററിൽ പകുതി സീറ്റിൽ മാത്രം കാണികളെ പ്രവേശിപ്പിച്ചിരുന്ന സമയത്ത് പോലും ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റടിച്ച സിനിമയാണ് ഹൃദയം. ആ ടീമിനൊപ്പം ധ്യാൻ ശ്രീനിവാസനും നിവിൻ പോളിയും ബേസിൽ ജോസഫും ഒരുമിച്ചാലോ? ആ ഓളം പ്രമോഷൻ അഭിമുഖങ്ങൾക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ ഊഹിക്കാം. അതേ ദിവസം ക്ലാഷ് റിലീസായി എത്തുന്ന ചിത്രമാണ് ഫഹദിന്റെ ആവേശം. രോമാഞ്ചത്തിന് ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലെ രംഗണ്ണൻ ഫഹദ് ആരാധകർ വമ്പൻ പ്രതീക്ഷ വെക്കുന്ന കഥാപാത്രമാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇരു ചിത്രങ്ങളും കുറഞ്ഞത് 100 കോടിയെങ്കിലും കളക്ട് ചെയ്യുമെന്ന വിശ്വാസത്തിലാണ് സിനിമാ ലോകം. മാളികപ്പുറത്തിന്റെ 100 കോടിയുടെ ആത്മവിശ്വാസത്തിലാണ് ജയ് ഗണേഷുമായി ഉണ്ണി മുകുന്ദൻ എത്തുന്നത്. രഞ്ജിത്ത് ശങ്കർ ചിത്രത്തിലെ കോമിക് കഥാപാത്രം കുട്ടികൾ ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകർ. ഏപ്രിൽ 11-നാണ് 3 ചിത്രങ്ങളും തിയേറ്ററിലെത്തുക. ഒപ്പം സമ്മറിൻ ബദ്ലഹേമിലെ ജനപ്രിയ ഗാനത്തോടുള്ള പ്രേക്ഷകരുടെ ഇഷ്ടം മുതൽക്കൂട്ടാകുമെന്ന കണക്കുകൂട്ടലിലെത്തുന്ന ഇന്ദ്രജിത്ത് ചിത്രം മാരുവിലിൻ ഗോപുരങ്ങൾ. ലൂക്കിയുടെ സംവിധായകൻ അരുൺ ബോസ് വിദ്യാസാഗറിനെ കൊണ്ട് ചിത്രത്തിലെ പാട്ട് ചിട്ടപ്പെടുത്തിയത് പോലും ഇത് മനസ്സിൽ കണ്ടാണ്. ഫീൽ ഗുഡ് ജോണറിലുള്ള ചിത്രം ഏപ്രിൽ 12-ന് തിയേറ്ററിലെത്തും. മെയ്ദാൻ അടക്കമുള്ള അന്യഭാഷാ ചിത്രങ്ങൾ വിഷു റിലീസായി കേരളത്തിലുണ്ടെങ്കിലും മലയാള സിനിമയുടെ സുവർണകാലത്തിനാണ് തിയേറ്ററിൽ മുൻതൂക്കം. മാർച്ച് ഏപ്രിൽ മാസങ്ങൾ തിയേറ്ററുകളുടെയും വരണ്ട കാലമെന്ന വർഷങ്ങളുടെ പതിവ് മലയാള സിനിമ തിരുത്തി എഴുതുകയാണ്. ബോക്സ് ഓഫീസ് കളക്ഷൻ 1000 കോടിയിൽ എത്തിയാലും ഇല്ലെങ്കിലും ഇറക്കുന്ന സിനിമകളെല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമാവുകയും പ്രദർശന വിജയം നേടുകയും ഒപ്പം കലാമൂല്യത്തിൽ പുത്തൻ മാനദണ്ഡങ്ങളാവുകയും ചെയ്യുന്ന നമ്മുടെ സിനിമയുടെ നല്ല കാലം. വരാനിരിക്കുന്ന സിനിമകളെയും പ്രേക്ഷകർ ആവേശത്തോടെ സ്വീകരിക്കുന്നതും തുടരുമെന്ന് തന്നെ കരുതാം. ഈ ട്രെൻഡ് തുടരട്ടെ.